നല്ല പഴുത്ത ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചക്കയട ഉണ്ടാക്കാം. അതിനുവേണ്ടി ചക്ക വെട്ടി വൃത്തിയാക്കി ചവണിയും പാടയൊക്കെ കളഞ്ഞിട്ട് ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചു വെച്ച ചക്ക ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നെയ്യും ശർക്കരയൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. കുറേ നേരം അങ്ങനെ ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നന്നായിട്ട് വഴന്നു വരും. നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ലേശം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ വീണ്ടും ഇളക്കുക. അതിനുശേഷം അത് വാങ്ങി വയ്ക്കാം. വഴറ്റി വെച്ച ചക്കയിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ലേശം തേങ്ങാക്കൊത്തുകൂടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ചക്കയട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടി റവ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റവ ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് റവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ചേർക്കണ പൊടി കൂടുതലായി കഴിഞ്ഞാൽ ചക്ക ഉണ്ടാക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് പൊടി ചേർക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പാകത്തിന് ഒരു ചെറിയ നനവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചക്ക ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ആയി വരും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇടനേല മടക്കി കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക റവയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് ഒരു പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വയ്ക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ആവി കയറ്റിച്ചെടുത്തതിന് ശേഷം പാത്രം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചക്കയട റെഡിയായി കഴിഞ്ഞു. നമ്മൾ വച്ചിരിക്കുന്നത് 2 കളറായിട്ടാണ് ഇല വന്നിരിക്കുന്നത്. ചില ഇല കൂമ്പലയായിരുന്നു, ചിലത് നല്ല മൂത്തതുമാണ്. അതുകൊണ്ടാണ് 2 കളറിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ദാ ചക്കയട റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.